ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോ നിന്നെയും ഇവരെയും എന്റെ വീട്ടിൽ കണ്ടുപോരുത്. ഇറങ്ങി പോവാൻ. അമ്മേ നിക്ക്. കരണോടിച്ച് പൊട്ടിക്കും ഞാൻ. എങ്കിൽ താമസിക്കണ്ട. പൊട്ടിക്കേണ്ടത് നിന്റെ കാരണമാ. എന്താടി മതിയോ? അതോ ഇനിയും വേണോ? കുറെ ദിവസമായി ഞാനിത് ഓങ്ങി വച്ചിട്ട്. പോട്ടെ പോട്ടെ എന്ന് കരുതുമ്പോ ചോദിച്ചു വാങ്ങുക നീ. എന്റെ മാത്രം അച്ഛനെ അമ്മയെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഇത് നമ്മള് മാത്രം അറിഞ്ഞാ മതി. വെളിയില് പറഞ്ഞ് സ്വയം നാണം കെടാൻ നിക്കണ്ട. മനസ്സിലായോടി ചൂലേ? എന്നാ മാഡം വന്നാട്ടെ, നടന്നാട്ടെ, അവിടെ ചെന്ന് നിന്നാട്ടെ, പോയാട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? മാഡത്തിന്റെ ഡ്രസ് ഒന്ന് ശരിയാക്കാൻ വന്നതാ സർ. ഡ്രസ് ശരിയാക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവളുടെ ചെകിട്ട തടിച്ചത്? ഞാനും ഇവളും നേരിട്ട് കണ്ടതാ. ഐശ്വര്യ, അമ്മായി പറഞ്ഞത് ശരിയാണോ? നീരു പറയുന്നത് ഉള്ളതാണോ കള്ളമാണോ എന്ന് അവിടെ കവളോട് നോക്കിയാ പോരെ? അടിയുടെ പാട് നിഴലിച്ചു കിടക്കുന്ന കണ്ടൂടെ? ചിന്നു, നീ ശരിക്കും ഐശ്വര്യ തല്ലിയോ? വേണ്ടി വന്നു. എന്തിനാ നീ അവളെ അടിച്ചത്? ചോദിച്ചു കേട്ടിട്ട് എന്തിനാ അടിച്ചതെന്ന് കണ്ട? അത് ഈ മാഡം വലിയൊരു തെറ്റ് ചെയ്തു. എനിക്കത് സഹിച്ചില്ല. ഇത്രയും ആൾക്കാര് നോക്കി നിൽക്കേ അവള് പറയുന്നത് കേട്ടില്ലേ? അഹങ്കാരി. അർജുനെ, നീ ഒരു മണ്ണുണ്ണിയായി പോയല്ലോടാ. സത്യം, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എന്റെ ഭാര്യയുടെ ദേഹത്തായിരുന്നു ഇവള് കൈവച്ചിരുന്നെങ്കിൽ ഇവളുടെ അണപ്പല്ല ഞാൻ ഇളക്കിയേനെ. നീ ചോദിക്കടാ. ഇങ്ങനൊരു പാർട്ടി വെച്ച് എന്റെ ഭാര്യയെ കൈനീട്ടി അടിച്ച നിന്നെ ഇവിടിട്ടെ തിരിച്ചു തല്ലാനേ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. ഞാനതേ ചെയ്യുന്നില്ലിപ്പോ. പക്ഷേ ഈ നിമിഷം നിന്റെ അമ്മയും വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോ നിന്നെയും ഇവരെയും എന്റെ വീട്ടിൽ കണ്ടുപോരുത്. ഇറങ്ങി പോവാൻ. അമ്മേ പോവാ. നിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് എന്തോ പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ടാവും. നീ ഇവളെ തല്ലി. അതിന്റെ കാരണം ഞങ്ങൾക്കറിയണ്ടേ? നിന്റെ ഭാര്യ തല്ലും വാങ്ങി മിണ്ടാതെ നിൽക്കുന്നതിന്റെ അർത്ഥം അവളിലാണ് തെറ്റെന്ന. അല്ലെങ്കിൽ അവള് പറയണം എന്തിനാണ് ചിന്നു അവളെ തല്ലിയതെന്ന്.
അവളിപ്പോഴും മിണ്ടുന്നില്ല. അതിന് ഒരർത്ഥമേ ഉള്ളൂ. നിന്റെ ഭാര്യ ഇവളുടെ കയ്യിന്ന് തല്ല് ഇരന്നു വാങ്ങിയതാ. അതെ. അല്ലെങ്കിൽ ഐശ്വര്യ പറയട്ടെ എന്താ കാര്യമൊന്നും. അപ്പോ രമ പറഞ്ഞത് തന്നെയാണ് ശരി. ചിന്നുവിന്റെ തല്ലു വാങ്ങാൻ മാത്രം ഐശ്വര്യ എന്തോ കാണിച്ചിട്ടുണ്ട്. ചിന്നു ഐശ്വര്യ തല്ലണമെങ്കിൽ അത്രയും വലിയ കാരണം എന്തോ ഉണ്ട്. അത് നിങ്ങൾ പറയണമെന്നില്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായി. അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ചിന്നുവിനെയും സീതയും പറഞ്ഞു വിടണ്ട. അതേ അഭിപ്രായം തന്നെയാ എനിക്കും. ഏട്ടത്തെയും അനസൂയയും കണ്ടതുകൊണ്ടാ ഇത് ഇത്രയും ബഹളമായത്. അല്ലെങ്കിൽ ഇതാരും അറിയാനും പോകുന്നില്ല. രഹസ്യമായി ചോദിച്ചു വാങ്ങിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേറെ ആരും ഇതിൽ ഇടപെടണ്ട. ആ, ചടങ്ങുകളൊക്കെ നടക്കട്ടെ. എല്ലാരും വാ വാ. ഐശ്വര്യ വാ വാ. താനൊന്നും ആലോചിക്കണ്ട. ഹലോ, റോഡിൽ മുഴുവനും നോക്കണം. എന്തായാലും ശിവദാസൻ ഈ ഏരിയ വിട്ടുപോകാൻ സാധ്യതയില്ല. എല്ലാവരും പല വഴിക്ക് അന്വേഷിക്കണം. ശരി. അല്ല, താൻ ആരെയും നോക്കുന്നേ? അല്ല, നമ്മുടെ ദാസേട്ടനെ കണ്ടോ? നേരത്തെ ഇവിടെ നിൽക്കുന്നത് കണ്ടു, ഇപ്പൊ കാണുന്നില്ല. ദാസേട്ടൻ തിരിച്ചു പോയല്ലോ.